രാവിലെ ഒരു കസ്റ്റമർ ഈ ഫോണും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇത് റീസ്റ്റാർട്ട് പ്രോബ്ലം ഉണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആകുന്നുണ്ട്, പിന്നെ ഇത് ഓണായി വരുന്നില്ല, ചാർജ് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പം ഞാൻ പറഞ്ഞ ബാക്ക് കേസ് ഒന്ന് ഊരാമെന്ന് ചോദിച്ചപ്പോൾ ഊരിയപ്പോൾ ഇതാണ് അവസ്ഥ. ഫോണിൻ്റെ ബാറ്ററി കണ്ടമാനം ബൾജായിട്ടുണ്ട്, പിന്നെ ഡിസ്പ്ലേ ഏകദേശമൊക്കെ പയ്യെ പൊങ്ങി തുടങ്ങുന്നുമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ബാറ്ററി മാറുന്ന പറഞ്ഞപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞ് ബാറ്ററി മാറാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നിങ്ങൾ തന്നെ നോക്കിയേ, ഇത്രയും കണ്ടീഷൻ നമ്മൾ ബാറ്ററി മാറാൻ എങ്ങനെ കൊടുത്തു വിടുന്നത്? അതൊക്കെ ഡേഞ്ചറാണ്. പിന്നെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് നോക്കിയാൽ കണ്ടമാനം വലിഞ്ഞാണ് നിൽക്കുന്നത്, വെറുതെ ആ പണിക്ക് നിൽക്കണോ എന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞ് എന്നാൽ ബാറ്ററി മാറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ബാറ്ററി റിമൂവ് ചെയ്യാൻ തുടങ്ങി. പുതിയ ബാറ്ററി ഇടാനുള്ള പരിപാടിക്കാണ്. അങ്ങനെ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്ത് പുത്തൻ ബാറ്ററി ഇടാൻ പോവാം. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നിസ്സാര പൈസയുള്ള ബാറ്ററിക്ക് ആ ഒരു പൈസയുടെ പേരിൽ നമ്മളത് മുടക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേയുടെ പൈസയും കൂടെ മുടക്കേണ്ടി വരും. കാരണം ആ സ്ട്രിപ്പ് ഈ ബാറ്ററിയുടെ മുകളിൽ വഴിയാണ് വരുന്നത്. എല്ലാ ഫോണിനുമല്ല, ഈ സാംസങ്ങിൻ്റെയും റെഡ്മിയുടെയൊക്കെ ചില ഫോണിനൊക്കെ